ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡൽഹി സ്റ്റൈലുള്ള ബ്രിഞ്ചിലാണ്, അതായത് വഴുതനങ്ങ. അതിനായിട്ട് വഴുതനങ്ങ, കിഴങ്ങ്, തക്കാളി, സവോള എന്നിവയൊക്കെ ഇങ്ങനെ കഴുകിയെടുത്തിട്ട് പിന്നെ നമ്മൾ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. ഒരു സവാളയാണ് എടുക്കുന്നത്, അതും കൂടെ അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ തക്കാളിയുണ്ട് അരിഞ്ഞാണ്ട് എടുക്കുന്നു. പിന്നെ നമ്മുടെ പൊട്ടറ്റോ അതും കൂടെ അരിഞ്ഞങ്ങോട്ട് എടുക്കുന്നു. നല്ല നീളത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുത്തോളൂ. നമ്മുടെ വഴുതന നമ്മൾ കഴുകി കുതിർക്കാൻ വേണ്ടി വയ്ക്കുന്നു. എണ്ണ അടുപ്പത്ത് വയ്ക്കുന്നു, ഉള്ളി ഇടുന്നു, കടുകിട്ടതിന് ശേഷം ഉള്ളി ഇടുന്നു. എന്നിട്ടത് വയറ്റി വരുമ്പോൾ നമ്മുടെ തക്കാളി അതിലേക്ക് ചേർത്തെടുക്കും. എന്നിട്ട് രണ്ടും കൂടി നല്ലൊരു സാമ്യത അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നന്നായിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഇളക്കി അത് വയറ്റി അങ്ങോട്ട് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് നമ്മുടെ മസാലകളാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമില്ല, അപ്പോൾ കുറച്ചും കൂടെ നല്ല പെട്ടെന്ന് വേണ്ടത്. പിന്നെ നമ്മുടെ കിഴങ്ങ് ഇവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വഴുതന കൂടി അതിലേക്ക് ഇട്ട് ആഡ് ചെയ്യണം. അപ്പം എന്നിട്ട് നന്നായിട്ട് അതിനിട്ട് ഇളക്കി കൊടുക്കുക, അടച്ചു വയ്ക്കുക, ഇളക്കി കൊടുക്കുക, അടച്ചു വയ്ക്കുക. അപ്പം നമ്മുടെ സാധനം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയും പിന്നെ അത് നന്നായിട്ട് വയറ്റി വരുമ്പോൾ സാധനം റെഡിയാണ് ഗൈസ്. അപ്പോൾ ഇനി ഇത് ചോറും കൂട്ടിയിട്ട് കഴിച്ചാൽ വഴുതനങ്ങ